മാഷെ, നൊബേൽ സമ്മാനാർഹമായിട്ടുള്ള ലോർഡ് ഓഫ് ദി ഫ്ലൈസ് വില്യം ഗോൾഡിങ്ങിൻ്റെ പുസ്തകം മാഷ് വായിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അത് വായിച്ചപ്പോൾ നമ്മളെല്ലാം ഒരു പക്ഷേ അത്ഭുതപ്പെട്ടിരിക്കും. കുട്ടികളിൽ ഇങ്ങനെ ക്രിമിനൽ വാസനയുണ്ടോ? അവരുടെ DNA-യിൽ തന്നെ അതുണ്ടെന്നാണ് വില്യം ഗോൾഡിങ് പറഞ്ഞു വെക്കുന്നത്. അതിന് നൊബേൽ സമ്മാനവും കിട്ടിയ ആ കൃതിക്ക്. പക്ഷേ എനിക്ക് അവിശ്വസനീയമായി തോന്നിയത് അടുത്ത കാലം വരെ ഇപ്പോൾ അത് വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം എറണാകുളം ബോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞതിൽ നിന്നും അതിക്രൂരമായിട്ടുള്ള ഇതിനെയൊക്കെ വെറും അശുവായിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള വലിയ ക്രൂരമായ പീഡനങ്ങൾ കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയോട് കാണിച്ചു. അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ. പോലീസ് മുറയുണ്ടല്ലോ, അതിനെ തോൽപ്പിക്കുന്ന തരത്തിൽ ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ ചെയ്ത എന്താണെന്ന് അവനോട് പറയുക പോലും ചെയ്യാതെ കൊണ്ട് അവനെ ഈ കുട്ടികളെല്ലാം കൂടെ കൂട്ടമായിട്ട് ചേർന്നുകൊണ്ട് അവനെ ആക്രമിച്ചു. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ടായിരുന്നു. ബാക്കി കുട്ടികളുടെ പേര് പറയാൻ നമുക്ക് അവകാശമില്ല, അതിന് നിയമവിരുദ്ധമാണത്. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ പേര് ഞാൻ പറയാം, മുഹമ്മദ് നാഫിൽ. ആ മുഹമ്മദ് നാഫിൽ എന്തിനാണ് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുപോയിട്ട് കാടന്മാരെ പോലെ ഒരു കൂട്ടം സാമൂഹിക ദ്രോഹികളെ കൊണ്ട് ആക്രമിച്ചതിൻ്റെ കാരണം എപ്പോഴോ എവിടെയോ കുട്ടികൾ തമ്മിൽ ഇരട്ടപ്പേരെന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടല്ലോ, ഇരട്ടപ്പേരൊന്ന് വിളിച്ചുപോയി. അതിനു വേണ്ടിയിട്ടാണ് കൊട്ടേഷൻ സംഘത്തെ പോലെ അവനെ വിളിച്ചു കൊണ്ടുവന്ന് അടി ചവിട്ടി തറയിലിട്ട് അവിടെ ഇട്ട് ചവിട്ടുക, അവിടെ ഇട്ട് വീണ്ടും അടിക്കുക. അവൻ എണീറ്റ് വരാൻ തോന്നുമ്പോൾ അടിക്കുക. എൻ്റെ ചേട്ടന്മാരെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എന്നോടൊന്ന് പറയുമ്പോൾ ചിരിക്കുക. അവൻ കരയുമ്പോൾ, അവൻ്റെ കണ്ണുനീര് ഒലിക്കുമ്പോൾ, അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര ഒലിക്കുമ്പോൾ ചിരിക്കുക. നമ്മുടെ ഈ നമ്പർ 1 കേരളത്തിൽ തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. എറണാകുളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ വ്യവസായ നഗരത്തിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. മാഷിന് എന്തു തോന്നുന്നു? നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ ഞെട്ടിപ്പോവും. അത് കാണിക്കാൻ പാടില്ലാത്ത അതിക്രൂരമായിട്ടുള്ളതും ബീഭത്സവും ജുഗുപ്സാവഹവുമായിട്ടുള്ള വിഷ്വൽസാണ് അതിൻ്റെ. പക്ഷേ ഞാൻ എങ്ങാണ്ട് എൻ്റെ മൊബൈലിൽ ഞാനിത് ഒറ്റ നോട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ആ വിഷ്വലിലേക്ക് ഞാൻ പോയില്ല. ഇത് കാണണമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞില്ല, കണ്ടില്ല. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് എത്ര സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിനകത്തുള്ളത്. ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ ഔദ്യോഗികമായി എനിക്ക് പഠിപ്പിക്കേണ്ട ഒരാളല്ല ഞാനെങ്കിലും ഒഴിഞ്ഞു കിടക്കുമ്പോൾ സ്കൂൾ മേധാവികളോട് ചോദിച്ചിട്ട് ആ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഞാൻ അവിടെ കയറിയിട്ടുണ്ട്. അപ്പർ പ്രൈമറി സ്കൂളിൽ ഞാൻ UP ലെവലിൽ നിന്ന് പഠിപ്പിച്ച് വന്ന ഒരു അധ്യാപകനാണ്. പിന്നെ ഹൈസ്കൂളിൽ, പിന്നെ ഹയർ സെക്കൻഡറിയിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട് ഞാനൊരു 10-12 വർഷത്തോളം BA MA ക്ലാസ്സുകളും കൈകാര്യം ചെയ്തു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇനി പിള്ളേർക്ക് ഉള്ള ഹോമുണ്ടല്ലോ, കുറ്റവാസന ഉള്ള കുറ്റം ചെയ്ത കുട്ടികളെ താമസിപ്പിക്കുന്ന ഇടം. പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പരിഹാര പാഠശാല അല്ലേ? പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഉള്ള ക്ലാസ്സുകളിലേക്ക് എനിക്ക് തരുമായിരുന്നു. കാരണം എനിക്കതിന് താല്പര്യമുണ്ട്. അവരോട് ഇടപെടാനും അവരൊന്ന് റോഡ് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരാളെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനില്ലേ, ഇവരെല്ലാം മാറാൻ തയ്യാറാണ്. ചില സാഹചര്യങ്ങളിൽപ്പെട്ട് അവരങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അതിനകത്ത് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഇതിനകത്ത് സമൂഹം മൊത്തത്തിൽ കുറ്റവാളികളാണ്, അവർ മാത്രമല്ല. പക്ഷേ ഇതിനകത്ത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം വരാം, അധ്യാപകരുടെ വിഷയങ്ങൾ വരാം, കുട്ടി വളർന്ന സാഹചര്യങ്ങൾ വരാം. ഒരാളും ഈ കുറ്റക്കാരനായ ഇങ്ങനെ ജനിക്കുന്നില്ലല്ലോ വാസ്തവത്തിൽ, സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും വളരെ കൃത്യമായി തന്നെ സ്നേഹത്തിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക്, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് നന്നേ ഒരുപാട് വിദ്യാർത്ഥികളിൽ, കുഞ്ഞുങ്ങളിൽ കുറഞ്ഞു വരുന്നു. സ്നേഹം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതും മാറ്റാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത ആളിൻ്റെ പേരോ ചെയ്ത ആളിൻ്റെ പ്രായമോ ഒന്നുമല്ല. ഇനി 25 വയസ്സിൽ ചിലപ്പോൾ ചെയ്യുന്നു വരും, 15 വയസ്സിലും ചെയ്യുന്നു വരും. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു അവബോധം കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അവബോധം, കൗൺസിലിംഗ് കുട്ടികൾക്ക് സ്കൂളിലുണ്ട്.
ഇപ്പം എല്ലാ അർത്ഥത്തിലും അതുണ്ട്. പക്ഷെ അതൊന്നും ശരിയാവണ്ണം പ്രാവർത്തികമാക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയാവണ്ണം നടപ്പിലാക്കാനുള്ള സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെ ഇല്ലാതായി പോകും. നിങ്ങൾക്ക് ഒരു അധ്യാപകർ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പാടോടുകൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഭയപ്പാടോടുകൂടി ഒരു മനുഷ്യൻ നിന്ന് ക്ലാസ് എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ, ഇപ്പം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അധ്യാപകരെ നമ്മളും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ചില അധ്യാപകർ നമ്മളെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ, പരസ്പരമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മൾ തമ്മിലൊരു സ്നേഹബഹുമാനങ്ങളുണ്ടായിരുന്നു. ആ സ്നേഹബഹുമാനങ്ങൾ ഇപ്പോഴില്ല. എൻ്റെ സഹപാഠികളുമായിട്ട് മാത്രം പോലും എനിക്കില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം എനിക്ക് എടുത്തു പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇങ്ങനെ വന്ന വളരെ ക്രിമിനൽ. ഒരു ആള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അയാളുടെ പേരൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, പറയണ്ട, നല്ല വെളുത്ത് പിന്നെ ഒരു സുഖരായ കുട്ടി എൻ്റെ ക്ലാസ്സിൽ അഡ്മിഷൻ വന്നു, കയറ്റി പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ഇപ്പോൾ വന്നത് ഇങ്ങനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും, അവർക്ക് വേണ്ടി പിള്ളേർ ജയിലുണ്ടല്ലോ. ഈ കുട്ടിയെ വന്നൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കടുത്ത ഒരു കുറ്റത്തിന് ഞാൻ ഈ കുട്ടിയെ എൻ്റെ മുന്നിലേക്ക് വിളിച്ചു. ശിക്ഷ വടിയെടുത്തുകൊണ്ടൊന്നും കാര്യങ്ങൾ ശരിയാവില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ചില ഇടങ്ങളിൽ നമ്മുടെ നാട്ടിൽ പറയും, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല. ചില ഘട്ടങ്ങളിൽ അതും വേണ്ടി വരും, ചില ഘട്ടങ്ങളിൽ അതും വേണ്ടി വരും. പക്ഷെ എനിക്കത് സഹിച്ചില്ല. കാരണം കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന അച്ഛനില്ലാത്ത ഒരു കുട്ടിയുടെ അമ്മ വാങ്ങിക്കൊടുത്ത കുറച്ച് വില പിടിപ്പുള്ള ഇൻഷുറൻസ് ബോക്സും കാര്യങ്ങളും ടച്ചുടച്ചു കളഞ്ഞു മറ്റവൻ. ഇതെന്നെ വല്ലാതെ പിടിച്ചു. അപ്പോൾ ഞാൻ അവനെ ഒരു ഘട്ടത്തിൽ അവനെ തല്ലിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അതിനുശേഷം വീണ്ടും അമ്മ കഷ്ടപ്പെട്ടിട്ട് വീണ്ടും എവിടെ നിന്നോ ജോലിക്ക് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അവരങ്ങോട്ട് വാങ്ങിക്കൊടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് വെച്ചപ്പോൾ അതും അടുത്ത ദിവസം കാണാനില്ല. എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളെ എടുക്കുള്ളൂ എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഊഹം തോന്നി, ചോദിക്കുന്നു, പറയുന്നു. അവസാനം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവനെ കൊണ്ടുവച്ച് കുറേ സ്നേഹത്തിൽ എന്നോട് എഴുതി ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു കടിയൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ തലവിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പിന്നെ അവർക്ക് തിരക്കിയിരുന്നു. അവിടെ പിന്നെ അവരുടെ സ്ഥലത്ത് തന്നെ പോയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞിടാ മക്കളെ, പിന്നെ ഒരു സുഹൃത്തുണ്ടാവേണ്ട ആവശ്യം, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു, നിനക്ക് അച്ഛനില്ല. കടുത്ത വാക്കുകൾ എനിക്ക് അവനോട് പറയേണ്ടി വന്നു. സങ്കടമുണ്ട്. നിന്റെ വിഷമങ്ങൾ പറയാൻ നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, ഒരു പക്ഷേ ജയിൽ വാർഡന്മാർക്ക് അതിനുള്ള ഒരു അവസരവും കിട്ടില്ല, നിനക്ക് ആരുമില്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാം, എന്നോട് പറയാം. എൻ്റെ ഭാഷയെ അവൻ എൻ്റെ കയ്യിൽ 2 കൈയും കൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് എൻ്റെ കയ്യെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരിഞ്ഞു. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ കൈ ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. എൻ്റെ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിനുള്ളിലേക്ക് കയറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള പശ്ചാത്തലം ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വരിഞ്ഞു മുറുക്കി വേദന കൊണ്ട് പോയപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അവനങ്ങ് വിട്ടു. ഒറ്റ ഓട്ടം എൻ്റെ മുന്നിൽ നിന്ന് വെച്ച്, അവൻ്റെ മനസ്സിൻ്റെ പെരുമാറ്റം കൂടിയാണ്. ഒറ്റ ഓട്ടം എൻ്റെ മുന്നിൽ നിന്ന് വെച്ച് ഓടിയിട്ട് സ്കൂളിൻ്റെ ഏതോ ഭാഗത്ത് ചെന്നിട്ട് ഇവൻ ആ ഇൻഷുറൻസ് ബോക്സ് കൊടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് അതാണ് പരിവർത്തനം. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ല. തീർച്ചയായിട്ടും ഇവരെ ഇപ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ചിട്ടൊന്നുമില്ല, വീടുകളിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ, ഈ അടി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം അവരുടെ അച്ഛനമ്മമാർ തമ്മിൽ സംസാരിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മുഹമ്മദ് നാഫിൽ എന്ന് പറയുന്ന ആൾ ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലിട്ട് കൊണ്ട് ആഘോഷിച്ചത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം വീട്ടുകാർക്ക് തന്നെ മനസ്സിലായത്. ഇപ്പോൾ മുഹമ്മദ് റാഫേൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ വീഡിയോയുടെ പേരിൽ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റാഫേൽ ചെയ്ത മറ്റൊരു കാര്യം, ഇവനെ വിളിച്ചിട്ട് മാപ്പ് പറയാൻ പറഞ്ഞു. മാപ്പ് പറയേണ്ട വാക്കുകൾ ഇവൻ പറഞ്ഞു കൊടുത്തു. ഇവൻ ആദ്യം തെറ്റിച്ച് പറഞ്ഞു, ഞാൻ ഇനി നിന്നെ തല്ലും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നെ തല്ലുകൂടാ എന്ന് പറഞ്ഞ് അവിടെ ഇട്ട് വീണ്ടും ഒരു ചവിട്ട്, വീണ്ടും അവൻ കരയുകയാണ്. എന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറച്ചു എന്ന് മാത്രമല്ല,
ഇവനെ കൊണ്ട് ഹാലേലൂയ വിളിപ്പിച്ചു. അവൻ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിയത്തില്ല. ഹാലേലൂയ വിളി, എന്നിട്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മകനാണ് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വരുന്നത് ഒരു വലിയ വിഷയമാകാവുന്ന ഒരു കാര്യമാണത്. വയസ്സിലുപരിയായ ചില വസ്തുതകൾ അയാളുടെ മനസ്സിലുണ്ട്. ഉണ്ടാണ്. ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന റാഗിങ് പോലെയുള്ളൊരു സംഭവമല്ലേ, അതുപോലെ ക്രിമിനലായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ട ഒരു സംഭവമല്ലേ ഇവിടെ നടന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യം നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതൊരു വലിയ ഒത്തൊരുമ ഇതിനകത്ത് ആവശ്യമുണ്ട്. അധ്യാപകർ, രക്ഷിതാക്കൾ, പിന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, ഡോക്ടേഴ്സ്, ഇത് നിസ്വാർത്ഥമായ ഒരു സേവനം ഈ മേഖലയിൽ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ നമ്മൾ പഠിച്ച സാഹചര്യത്തിലല്ല പഠിക്കുന്നത്. ലോകം അവരുടെ കയ്യിൽ നിൽക്കുകയാണ്. എല്ലാത്തിനുള്ള അവസരം നമ്മൾ എത്ര നിഷേധിച്ചാലും അത് അവരുടെ സൗകര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതായത് ഒരു കുട്ടിക്ക് പക്ഷേ നമ്മൾ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ നമുക്ക് പറയാം, എല്ലാ കുട്ടികളും മാനസികവും ശാരീരികവുമായ വളർച്ച അതിവേഗം അതത് പ്രായത്തിൽ കിട്ടുന്നതിലും വലിയ വേഗത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിനുണ്ടാവുന്ന മാനസികമായും ശാരീരികമായും പരിവർത്തനത്തിൽ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിന് പരിവർത്തനം വരുത്താൻ ഒരു സ്പേസ് ഉണ്ട്. വില്യം ഗോൾഡിംഗ് പറഞ്ഞ പോലെ അല്ല ഈ ക്രിമിനൽ വാസന എന്ന് പറയുന്നത് ജന്മനാ ഉള്ള സംഭവമല്ല, നമുക്ക് കർമ്മം കൊണ്ട് ജന്മനാ ഉള്ളതാണെന്നിരിക്കട്ടെ, അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇതിനകത്ത് വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടേ പറ്റൂ. പക്ഷേ പിന്നെ ഈ അധ്യാപകരുടെ ഭയം ആദ്യം മാറണം. അവർ സ്വതന്ത്രരാവണം. കുട്ടി അറിയാനുള്ള അവസരം കൂടുതൽ കൊടുക്കണം. അല്ലാതെ കുത്തി നിറക്കില്ലല്ലോ. കുട്ടിക്ക് ഉള്ള മാനസിക സമ്മർദ്ദം മാറണം. അതുപോലെ പേരൻസിന് വലിയ റോളുണ്ട്. അവരുടെ സ്നേഹം കുട്ടികൾക്ക് അവരുടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവസരം കൊടുക്കണം. ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ല, അച്ഛനും അമ്മയുള്ള കുട്ടികൾക്ക് പോലും സ്നേഹം കിട്ടുന്നില്ല. നമ്മൾ അഡ്രസ് അത് നമ്മൾ കൃത്യമായിട്ട് മാത്രമല്ല, മറ്റൊരാളുടെ ശരീരത്തിൽ എന്താവശ്യത്തിന് കൈവയ്ക്കുമ്പോഴും ഒന്നറയ്ക്കണം. അത് അരുതാത്തതാണ്, പേടിയുണ്ടാവണം, അതരുതാത്തതാണ് എന്ന് ഒരാൾ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾ ദുരുദ്ദേശത്തോടെ കൈവയ്ക്കുമ്പോഴും ശരി, ഇങ്ങനെ തല്ലാൻ കൈവയ്ക്കാനും ശരി, മറ്റൊരാളുടെ ശരീരത്തിൽ കൈവയ്ക്കുമ്പോൾ അതിന് ചില മര്യാദകൾ ഉണ്ടാവണം എന്ന് അന്ന് ബേസിക് ആയിട്ടുള്ള പാഠം പഠിപ്പിച്ച് വിടേണ്ടതാണ്. ആ പരിധിക്ക് ലംഘിക്കുന്ന ആളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളത് കൂട്ടായ തീരുമാനമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.